So today we can discuss board committees on corporate governance and their function. അപ്പം ബോർഡ് കമ്മിറ്റീസ് പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദി ബോർഡ് എന്നാണ് പറയുന്നത്. അതായത് എന്തിനാ ഈ ബോർഡ് കമ്മിറ്റി? ഈ ബോർഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ പ്രൊവൈഡ് അഡ്വൈസറി സർവീസസ് ടു ദി ബോർഡ് ആസ് ആൻഡ് വെൻ നെസസറി. അതായത് ഈ ഓർഗനൈസേഷണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇറ്റ് ഹെൽപ്പ് ദ ബോർഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് all these. So the board committees perform specialized work assigned to them with their knowledge and expertise എന്നാണ് പറയുന്നത്. അപ്പോൾ ബോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്മിറ്റി ഐഡൻറ്റിഫൈഡ് ഓർ ഫോംഡ് ബൈ ദ ബോർഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് സപ്പോർട്ടിങ് ദി ബോർഡ് വർക്ക്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ബോർഡിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയാണ് ബോർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള കമ്മിറ്റീസ് ഫോം ചെയ്യാറുണ്ട്. ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി, കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സജസ്റ്റഡ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് 4 മാൻഡേറ്ററി കമ്മിറ്റീസ്. ഏതൊക്കെ ഈ 4 മാൻഡേറ്ററി കമ്മിറ്റീസ് എന്നുള്ളത് മാത്രമാണ് ഈ ടെക്സ്റ്റിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി നമ്മൾ ഇതിൻ്റെ മുന്നേ നോക്കിയതാണ്, നന്നായി പഠിച്ചു വെക്കണം. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർമുലേറ്റഡ് ബൈ ദി ബോർഡ്. ഈ ഓഡിറ്റ് കമ്മിറ്റി ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ US in 1970s to reduce the influence of senior executives of the company on ഇൻ ഓഡിറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ്. അതായത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവ്സ് തലയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. അതിൽ ഹാഫ് ഓഫ് ദ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ഉണ്ടാവും. അതേപോലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെയായിരിക്കും ചെയർമാൻ ഓഫ് ദാറ്റ് കമ്മിറ്റി. So the audit committee convenes 4 meetings in a year to discuss various issues such as details of audit, auditors' recommendation and management control. അതേപോലെ auditors fees changing auditors are also recommended by the audit committee. Clause 49 listing agreement has included the existence of audit committee as one of their listing criteria. എന്താണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അത് പ്രകാരം ഈ ഒരു കമ്മിറ്റി നിർബന്ധമാണ്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് ആൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ടു റിസ്ക് മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കംപ്ലയൻസസ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഇസ് അപ്പോയിൻമെൻറ്റ് ഓർ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. അതായത് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഓഡിറ്റ് കമ്മിറ്റിയാണ്. അതേമാതിരി ഇൻറ്റേർണൽ ഓഡിറ്റ് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റർ, പ്രോപ്പർ ഫിനാൻസ് റിപ്പോർട്ടിംഗ്, പെർഫോമിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ, ദെൻ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. ഓൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. സെക്കൻഡ് കമ്മിറ്റി ഈസ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയും എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോമിനേഷൻ കമ്മിറ്റി ഇസ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ദ ബോർഡ്. ദെയർ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് നോമിനേഷൻ ഓഫ് കമ്മിറ്റീസ് to review the composition of full board and check the expertise of the board. അതായത് കമ്മിറ്റി ഷുഡ് കംപ്രൈസ് ഓൺലി ബോർഡ് മെമ്പർ ആൻഡ് ചെയർമാൻ. അപ്പോൾ ജനറലി ചെയർമാൻ ആണ് ഈ നോമിനേഷൻ കമ്മിറ്റി. ബോർഡിൻ്റെ ചെയർമാൻ തന്നെയായിരിക്കും നോമിനേഷൻ കമ്മിറ്റീൻ്റെ ചെയർമാനുമായിട്ട് നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈയിങ് ദ ക്വാളിഫൈഡ് പേഴ്സൺസ് ടു ബി ദ ഡയറക്ടർ. അതായത് ആരൊക്കെ ഡയറക്ടേഴ്സാക്കി നോമിനേറ്റ് ചെയ്യാം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയാണ് ഈ നോമിനേഷൻ കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ, ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അപ്പോയിൻറ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ബോർഡ് മെമ്പർ, ഡയറക്ടേഴ്സ് പെർഫോമൻസ് ഇവാലുവേഷൻ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് positive attribute and independence of a director and recommend the board policy and succession planning. So these are the functions of remuneration committee. പിന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ദ ബോർഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 or more non-executive directors and out of which not less than 1/2 ഷാൾ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് എന്തിനാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ വെക്കുന്നത് എന്നുള്ളതെല്ലാം. പിന്നെ ദെയർ ഫങ്ഷൻ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് ദ സാലറി പാക്കേജസ് ഫോർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് ദെയർ സീനിയർ മാനേജേഴ്സ്,
അപ്പോൾ നമുക്കറിയാം ഈ ഫിക്സിംഗ് റിവാർഡ് ഫോർ ടാലൻറ്റ് ആൻഡ് റിവാർഡ് ഫോർ ദ പെർഫോമൻസ് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സോ ഇഫ് കമ്പനീസ് ആർ പേയിങ് ഫോർ എക്സെപ്ഷണൽ റിസൾട്ട്സ് ദെൻ ദേ ട്രൈ ടു മാനിപ്പുലേറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. സോ ഈവൻ അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് ദ സാലറി പാക്കേജ്. അതിൽ വരുന്നതാണ് ഇനി അടുത്ത കമ്മിറ്റി വരുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി. സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുർ ദ സ്റ്റാറ്റ്യൂട്ടറി, ഫിഡ്യൂഷ്യറി ആൻഡ് റെഗുലേറ്ററി റെസ്പോൺസിബിലിറ്റീസ്. ഇതിൽ മിനിമം 3 ഡയറക്ടേഴ്സാണ് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക, വിച്ച് ബി ഡിസൈഡഡ് ബൈ ദി ബോർഡ് from time to time. And the main objective of this committee is to create the policies and procedures in line with statutory guidelines to ensure the fast consideration of various issues raised by the stakeholders. വേറെ ഒന്നാണ് CSR കമ്മിറ്റി. അതായത് ആസ് പെർ ന്യൂ CSR കമ്മിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കറിയാം കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി 2014 every organization has to undertake CSR activities through registered trust or society. It is the duty of the CSR committee ensure the corporate responsibility practices in an organization starting from policy formulation to its implementation. അതായത് എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം, അതായത് കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു 3% ഉപയോഗിച്ചുകൊണ്ട് CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത്ര പ്രോഫിറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ, അതായത് 5 crore എങ്ങാനാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇത് നിർബന്ധമാക്കുക. ആ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതൽ അതെങ്ങനെ നടപ്പിലാക്കാം CSR ആക്ടിവിറ്റീസ്, അതെല്ലാം ചെയ്യുന്നത് ഈ CSR കമ്മിറ്റി ആയിരിക്കും. കമ്മിറ്റിയിൽ 3 or more ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതിൽ 1 director is an independent director. കമ്മിറ്റി ഹാസ് ടു മോണിറ്റർ ആൻഡ് റിപ്പോർട്ട് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഫോർ CSR ആക്ടിവിറ്റീസ്. മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ബോർഡ് കമ്മിറ്റീസ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇൻസൈഡർ, അതായത് ഈ ഗ്ലോബലൈസേഷൻ, അതായത് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് ഈ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ഫിനോമിനൻ വന്നിട്ടുണ്ട്. അതായത് സെബി ഇതനുസരിച്ചിട്ട് ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ ഹു ഈസ് കണക്റ്റഡ് വിത്ത് എ കമ്പനി ആൻഡ് ഹാസ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ദാറ്റ് കമ്പനി. അതായത് ഇൻസൈഡിൽ, അതായത് ഉള്ളിൽ നിന്നുകൊണ്ട് കമ്പനീൻ്റെ എല്ലാം പഠിക്കുക, ഏത് കമ്പനീൻ്റെ ഏതൊക്കെ കമ്പനീൻ്റെ ഷെയർസിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എടുത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് എക്സെട്ര കം അണ്ടർ ദിസ് കാറ്റഗറി. But trading of own company securities are not prohibited by law. Rather, it is positive gesture on the part of employees. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ അൺലോഫുൾ ആക്ട് when the insiders are using unpublished information for their self benefit. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. മാനേജർ ഓഫ് ദി കമ്പനി purchases shares of the company and informs the trade with SEBI. This act is not an unlawful act as far as the law is concerned. അതായത് ഒരു കമ്പനിയിലെ മാനേജർ തന്നെ അവരുടെ ഷെയർസ് വാങ്ങുക, എന്നിട്ട് എന്താ പറയുക, ദിസ് ഇൻഫോംസ് ദ ട്രേഡ് വിത്ത് സെബി. സോ ഹവർ ദ മാനേജർ പർച്ചേസസ് ദ ഷെയർസ് ബൈ യൂസിങ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് ഡിഡ് നോട്ട് ഇൻറ്റിമേറ്റ് ദ റെഗുലേറ്റർ, ദെൻ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഇല്ലീഗൽ ഇൻസൈഡർ ട്രേഡിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെങ്ങനെ, വാട്ട് ആർ ദ റീസൺസ് ഫോർ കൺട്രോളിങ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ, അൺലോഫുൾ ഇൻസൈഡർ ട്രേഡിംഗ് ഷുഡ് ബി കർബ്ഡ് ഫ്രം ദ മാർക്കറ്റ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ടു പ്രൊട്ടക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ കമ്പനി, ടു മെയിൻറ്റെയിൻ കോൺഫിഡൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഈ റേറ്റിംഗ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ബാങ്കിങ്ങിൽ. Financial service agency which provides different types of rating or assessment to the organization. അപ്പോൾ the main objective of credit rating agencies are credit risk rating, provide investor confidence in the capital market. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഹാവ് അസസ്ഡ് ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ബോണ്ട്, ഇക്വിറ്റി ആൻഡ് അതർ ഷോർട്ട് ടേം debt obligations such as commercial paper etc. Later on, credit rating agencies start doing the other type of rating, that is sovereign rating, the rating of credit worthiness of a country etc. But apart from corporate sector and financial entity rating, the rating agencies are also performing other type of rating such as structured financial obligation rating, governance and value creation rating etc. മനസ്സിലായി? അപ്പോൾ റേറ്റിംഗ് ഏജൻസീസ് എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാം. നമുക്ക്